എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഓങ്കോളജിയുടെ ഒരു പ്രത്യേകമായിട്ടൊരു ബ്ലോക്ക്, ഒരു ക്യാൻസർ യൂണിറ്റ് പോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് 6 നിലകളിലായിട്ട്. ഒക്ടോബർ 2 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പം നമ്മളിവിടെ പ്രവർത്തിക്കുന്ന യൂണിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താഴത്തെ നിലയിൽ OP വിഭാഗമുണ്ട്. OP വിഭാഗത്തിനോട് ചേർന്നിട്ട് തന്നെ ഫാർമസിയും സ്റ്റോർ മെഡിക്കൽ റെക്കോർഡ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണുള്ളത്. ട്യൂമർ ബോർഡിനുള്ള റൂംസ് ഇതൊക്കെയാണുള്ളത്. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന പോലെ പഴയ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ മെയിൽ വാർഡ്, ഫീമെയിൽ വാർഡ് ഉണ്ട്. അതുകൂടാതെ കീമോതെറാപ്പി കൊടുക്കുന്ന ഡേ കെയർ കീമോതെറാപ്പി സെൻ്റർ ഉണ്ട്. അതായത് ആളുകൾക്ക് അഡ്മിറ്റ് ആവാതെ വന്ന് കീമോ എടുത്ത് പോകാൻ പറ്റുന്ന സ്ഥലം, അതാണ് ഡേ കെയർ കീമോതെറാപ്പി സെൻ്റർ, അതുണ്ട്. പിന്നെ ക്യാൻസർ കീമോ എടുക്കുന്നവർക്ക് ബ്ലഡിൻ്റെ കൗണ്ട്, ടോട്ടൽ കൗണ്ട് അതിൽ WBC കൗണ്ട് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കൗണ്ട് കുറയുകയാണെങ്കിൽ ചികിത്സ എടുക്കാൻ സാധിക്കുന്ന ന്യൂട്രോപീനിയ യൂണിറ്റുകളുണ്ട്. പിന്നെ ഒരു ICU ഫെസിലിറ്റി ഉണ്ട്, ICU റൂംസ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മുടെ എറണാകുളത്തിലെ പുതിയ ക്യാൻസർ ബ്ലോക്കിൽ, ഈ അടുത്ത് ഉദ്ഘാടനം ചെയ്ത ക്യാൻസർ ബ്ലോക്കിൽ നൽകി വരുന്ന സേവനങ്ങൾ. പുതിയ ബ്ലോക്ക് തുടങ്ങിയതിനു ശേഷം ധാരാളം രോഗികൾ അന്വേഷിച്ചുമൊക്കെ ഇവിടെ വരുന്നുണ്ട്. മറ്റുള്ള ജില്ലകളിൽ നിന്നൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിനകത്ത് എക്സ്പെൻസാണ് അതിൻ്റെ ഒരു മാറ്റർ, ഒരു കാര്യം. അപ്പോൾ അത് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീമുകളാണ് കാരുണ്യ ബലവനൻ ഫണ്ടും CASPും തുടങ്ങിയ ഇൻഷുറൻസ് ഇതൊക്കെ ഉള്ളത്. പിന്നെ ഇല്ലാതെയും ചില രോഗികളെ സപ്പോർട്ട് ചെയ്യുന്ന ചാരിറ്റി മേഖലകളും ഇവിടെയുണ്ട്. പിന്നെ ഗവൺമെൻറ് സപ്ലൈ ആയിട്ടുള്ള മെഡിസിൻസും ഉണ്ട്. അതെല്ലാം എല്ലാ രോഗികൾക്കും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അല്ലാതെയുള്ള കോസ്റ്റ്ലി മെഡിസിൻസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് സ്കീമും ഇവിടെ ലഭ്യമാണ്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കി ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. നമ്മുടെ OPയുടെ നമ്പർ തന്നെ ഇപ്പം വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പം രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന OP പലപ്പോഴും തീരുന്ന രാത്രി 7 മണി, 7:30, 8 മണിയൊക്കെ ആയിട്ടാണ് തീരുന്നത്. എന്തായാലും കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകാൻ എറണാകുളം ജില്ലാ ആശുപത്രിയിലെ ഓങ്കോളജി വിഭാഗത്തിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതൊരു അസുഖം വരുന്നതിലും നല്ലത് അത് വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ക്യാൻസറിൻ്റെ കാര്യത്തിലും ഇത് 10 മടങ്ങ് ശരിയാണ്. ക്യാൻസറിന് ഒരു ഭീതിയോടെയല്ല നമ്മൾ സമീപിക്കേണ്ടത്. ക്യാൻസർ വരാതെ സൂക്ഷിക്കാനുള്ള മാർഗ്ഗങ്ങൾ വ്യക്തമായി അറിയുകയും ക്യാൻസർ അഥവാ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ തന്നെ അത് നേരത്തെ എങ്ങനെ കണ്ടെത്താം എന്ന് സാധിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടത്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കി സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക, എല്ലാവരെയും അതിനെ പ്രേരിപ്പിക്കുക.